യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെ വീണ്ടും ഇടത് MLA KT ജലീൽ. തമ്പി വിടമാട്ടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. PK ഫിറോസിന്റെ വിദേശത്തുള്ള കമ്പനി റിവേഴ്സ് ഹവാല നടത്തുന്നുവെന്ന് ജലീൽ ആരോപിക്കുന്നു. കമ്പനിയുടെ പേര് വിവരങ്ങൾ അടങ്ങുന്ന രേഖകളും ജലീൽ പുറത്തുവിട്ടു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, ഈ പുറത്തുവിട്ട രേഖകൾ, ആദ്യം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ PK ഫിറോസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോഴെന്താണ് ആരോപണം? കൃഷ്ണരാജ്, അതായത് ഇടത് MLA ആയ KT ജലീലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PK ഫിറോസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ഈ KT ജലീൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം, PK ഫിറോസിന് വിദേശത്തൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയിലുള്ള സ്റ്റാഫ് അംഗങ്ങൾ എന്ന് പറയുന്നത് 3 പേരാണ്. അതായത് PK ഫിറോസ് ഉൾപ്പെടെ 3 പേർ മാത്രമാണ് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. എന്നിട്ടും ഈ കമ്പനിക്ക് മാസം 5 ലക്ഷം രൂപ വരുമാനമുണ്ട്. ആ വരുമാനം അതെങ്ങനെയാണ് എന്നാണ് KT ജലീൽ ചോദിക്കുന്നത്. മാത്രമല്ല, ആ കമ്പനിയുടെ വിവരങ്ങളടക്കം KT ജലീൽ തന്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത്, ഈ കമ്പനി റിവേഴ്സ് ഹവാല പണമിടപാട് നടത്തുന്ന കമ്പനിയാണ് എന്നാണ് ഈ ജലീൽ പറയുന്നത്. മാത്രമല്ല, ഈ യൂത്ത് ലീഗ് പ്രവർത്തകരടക്കമുള്ള യൂത്ത് ലീഗ് നേതാക്കളടക്കം ഈ കമ്പനി വഴി തങ്ങളുടെ കൈവശമുള്ള കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ലേ, ഉണ്ടാകാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുറിപ്പിലൂടെ KT ജലീൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, ആഴ്ചകളായി PK ഫിറോസിനെതിരെ KT ജലീൽ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. KT ജലീൽ തന്നെ തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്, ഏത് മാളത്തിലാണ് PK ഫിറോസ് ഒളിച്ചിരിക്കുന്നത്, പുറത്തുവരൂ, മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ തന്റെ ആരോപണങ്ങളിൽ ഒരു മറുപടി ഈ PK ഫിറോസ് പറയണമെന്ന് KT ജലീൽ തന്റെ ഫേസ്ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മാത്രമല്ല, ഈ യൂത്ത് ലീഗ് നടത്തിയ ധോത്തി ചാലഞ്ചിനെ അടക്കം ഈ സംശയ നിഴലിലാക്കുന്നുണ്ട് KT ജലീൽ. ഇങ്ങനെ നിരന്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും PK ഫിറോസ് അതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല, പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ KT ജലീൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ PK ഫിറോസിന്റെ വിദേശത്തുള്ള കമ്പനിയുടെയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വിടും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും PK ഫിറോസ് ഇനി എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നാണ് അറിയാനുള്ളത്.